ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ 125 BS6 മോഡൽ വണ്ടിയാണ്. ജനറൽ സർവീസായിട്ട് കയറ്റിയാണ്. അപ്പോൾ ജനറൽ സർവീസ് ഓയിൽ ചെക്ക് ചെയ്യുക, ബ്രേക്ക് ലൈറ്റ് ചെക്കപ്പ്, ഫ്രണ്ട് സൈഡിൽ നിന്ന് സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്, വാട്ടർ സർവീസ് ചെയ്യുക, ഓപ്പൺ വാഷിംഗ് ആയിട്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടി സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ മാക്സിമം അഡ്ജസ്റ്റിങ് കഴിഞ്ഞാണ്. ബ്രേക്ക് ലൈനർ മാറ്റിയിടണം, കാരണം അതിൻ്റെ പരമാവധിയും കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ മഴയൊക്കെയാണ് വരാൻ പോണേ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇങ്ങനത്തെ കോൺടാക്റ്റുകൾ അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടത് നിർബന്ധമായിട്ടും ഗ്രീസ് ചെയ്തിടണം. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മളൊന്ന് അഴിച്ച് ഫുള്ള് ഗ്രീസിങ് നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറാണ്. ഹബിനകത്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നും ഇല്ല. ഒന്ന് വാട്ടർ പേപ്പറൊക്കെ ഇട്ടൊന്ന് ക്ലീൻ ചെയ്ത് പൊടി കളഞ്ഞ് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽട്ടർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. എയർ ഫിൽട്ടർ നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ഫിൽട്ടർ തന്നെയാണ്, ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടാൽ മതി, വലിയ പഴക്കമായിട്ടില്ല. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആയാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ആയാലും സൈഡിൽ നിന്ന് ഓയിൽ ലീക്കൊന്നുമില്ല. പിന്നെ ഈ ബെൽറ്റും ക്ലച്ച് ഷൂ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുണ്ട്. അതൊക്കെ ഒന്ന് ശരിക്കും എയർ അടിച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി. ബെൽറ്റും ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റ് തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കുന്നത് കേട്ടോ. പിന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാണ്ട് ഇതിൻ്റെ ഉള്ളിലും അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണത്. ചെറിയൊരു തേയ്മാനം നോർമലായ രീതിയിലുള്ളതുണ്ട്. കംപ്ലൈൻറ്റ് എന്ന് പറയാനൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഉപയോഗം അനുസരിച്ചിട്ടുള്ള തേയ്മാനമുള്ളൂ. അത്യാവശ്യം പൊടിയൊക്കെയാണ് അതിനകത്തുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ച് ഷൂ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും ക്ലച്ചിനകത്ത് വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യുക, ഗ്രീസ് ചെയ്യുക, റീസെറ്റ് ചെയ്യുക. അപ്പോൾ അത്രയാണ് മെയിനായിട്ട് അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ ശരിക്കും BS6 മോഡൽ വണ്ടി ആക്സിലേറ്റർ കേബിൾ 2 കേബിളാണ് ശരിക്കും വരാം. ആക്സിലേറ്ററിന് ത്രോട്ടൽ കേബിൾ 2 കേബിളാണ് വരാം. അപ്പോൾ ഇതുമേന്ന് ഒരെണ്ണം അഴിച്ച് കളഞ്ഞേക്കാണ്. അതിൻ്റെ ഇപ്പോൾ സ്ലോട്ടാണ് ഈ കിടക്കണേ. അഴിച്ച് കളഞ്ഞിട്ടാണ് ഒരു കേബിളുമേ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ശരിക്കും ഇതിൻ്റെ ഈ ത്രോട്ടൽ സ്ലൈഡർ ശരിക്കും 2 കേബിൾ സപ്പോർട്ടിലാണ് വർക്ക് ചെയ്യേണ്ടത് കേട്ടോ. നിലവിൽ ഇതിനകത്ത് ഒരെണ്ണം അഴിച്ച് കളഞ്ഞേക്കാണ്. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്കും. ഇപ്പോൾ തൽക്കാലം വേറെ നമ്മളൊന്നും ചെയ്യില്ല, ആ രീതി തന്നെ നിലനിർത്തിയേക്കുന്നതാണ്. കാരണം അത്യാവശ്യം പ്ലേ കൂടുതൽ വന്നതൊക്കെ അതിൻ്റെയാണ്. ശരിക്കും ഒരു കേബിള് വലിക്കാനും ഒരു കേബിള് കറക്റ്റ് അലൈൻമെൻറ്റിലേക്ക് തള്ളിവിടാനും അങ്ങനെയാണ് 2 കേബിൾ വരാം ഈ സ്ലോട്ടിൻ്റെ കേട്ടോ. അതിൻ്റെ പൊസിഷൻ ടൈമിംഗ് ഒന്നും മാറിപ്പോകാനൊന്നും പാടില്ല. അത് കറക്റ്റ് സ്ലോട്ടിൻ്റെ സെൻസറിങ് നടക്കുന്നത് കൊണ്ടാണ് ആ 2 കേബിൾ കൊടുത്ത കറക്റ്റ് വർക്കിംഗ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തിയാണ്. അപ്പോൾ അതിൽ നിന്നൊരു കേബിളാണ് ഇപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ കേട്ടോ. നമ്മൾ കളഞ്ഞല്ല, നിലവിൽ വണ്ടി വരുമില്ല. പിന്നെ അതേപോലെ തന്നെ ആമറോണിൻ്റെ ബാറ്ററി അടിക്കണേ 5 ആമ്പിയറിൻ്റെ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.95 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നിലവിൽ ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് സെൽഫ് ഈ ബ്രേക്ക് ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് പിടിച്ചിട്ട് സെൽഫ് അടിക്കുമ്പോൾ ചില സമയങ്ങളിൽ വർക്ക് ചെയ്യില്ല, ലൂസ് കോൺടാക്റ്റാണ്. അതാ ബ്രേക്ക് സ്വിച്ചിൻ്റെയാണ് കേട്ടോ. ഈ ലിവറിനകത്ത് വരുന്ന ബ്രേക്ക് സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അത് കൈയോടൊന്ന് മാറ്റിയിട്ടേക്കാം. കാരണം നമുക്ക് റൈറ്റ് സൈഡ് പിടിക്കുമ്പോൾ വർക്ക് ആവുന്നുണ്ട്, പക്ഷേ 2 ബ്രേക്കുമേയും ഓക്കെ ആയിരിക്കണം. ലെഫ്റ്റ് സൈഡ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാം. അതൊന്ന് അഴിച്ച് റെഡിയാക്കി ഇട്ടേക്കാം. പിന്നെ അത് കൂടാതെ നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ബൾബ് ഒരു പോയിന്റ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മാറ്റിയിടേണ്ടതായിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ബാക്ക് വീൽ അഴിച്ചേക്കണതാണ്. അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ച് ബ്രേക്ക് വീലിൻ്റെ ഭാഗം അഴിച്ചിട്ട് ബ്രേക്ക് ഭാഗം ക്ലീൻ ചെയ്യും. ക്യാം അഴിച്ചത് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഞാൻ ഫ്രണ്ടും ബാക്കും ബ്രേക്കിൻ്റെ ഭാഗം കറക്റ്റ് ആയിരിക്കണം. ഒക്കെ ആയിട്ട് നമുക്ക് ഗ്രീസിങ് ക്യാമ് നിർബന്ധമായിട്ട് ചെയ്തതുണ്ടാവും. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ ചെയ്തേക്കാം. പിന്നെ ഫ്രണ്ട് സൈഡിൽ നിന്നൊരു സൗണ്ട് പറഞ്ഞിട്ടുണ്ട്, കടകട സൗണ്ട് ഉണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞേ. നമ്മൾ ഓടിച്ചൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻറ്റ് തോന്നിയൊന്നുമില്ല. ഒരു ചെറിയൊരു ജർക്കിങ്, വൈസറിൻ്റെ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു ജർക്കിങ് അല്ലാണ്ട് വേറൊരു കംപ്ലയിൻറ്റ് നമുക്ക് ഫീൽ ചെയ്തില്ല. ഈ ഫ്രണ്ട് കവറിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അതിൽ കൂടുതൽ വേറെ ഒന്നും ചെയ്യാം. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഒരു കൂടുതലായിട്ട് വൈബ്രേഷൻ ഉണ്ട്. ഈ സൈഡ് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പൊക്കെ കൊടുത്തിട്ട് നിർത്താനേ പറ്റുള്ളൂ. കാരണം നമുക്ക് ഒട്ടിച്ചൊന്നും വയ്ക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കത് ശരിക്കും പറഞ്ഞാലേ അത് ജർക്കിങ്ങിൻ്റെ പ്രശ്നമാണ് കാണിക്കാം. അഴിക്കേണ്ടി വരുമ്പോൾ അഴിച്ചെടുക്കണം. കാരണം അതുകൊണ്ടാണ് ഈ വൈസർമ നോക്കുമ്പോൾ അറിയാം ഈ ഭാഗത്തൊക്കെയാണ് ടച്ചിങ് വരാം. നമുക്ക് 100% ഒന്നും മാറ്റാൻ പറ്റില്ല. ഈ ഭാഗം കണ്ട ഒട്ടിച്ച് വയ്ക്കാൻ പറ്റില്ല. എങ്ങനെ നോക്കിയാലും കുറച്ചുണ്ടാവും. ഞാനൊരു പരിധി വരെ നമുക്ക് കുറയ്ക്കാം, കുറച്ച് തരാം കേട്ടോ. അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിരുന്നുണ്ട്. നല്ല പ്ലഗാണ് കിടക്കുന്നത് കേട്ടോ. എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം നമ്മൾ നോക്കിയിരുന്നു. ഓയിൽ കിടക്കുന്ന ഓയിൽ നല്ല ഓയിലാണ് കേട്ടോ. അത്യാവശ്യം ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓയിൽ നമ്മൾ മാറ്റുന്നൊന്നുമില്ല. പിന്നെ ഓപ്പൺ വാഷിംഗ് ആയിട്ടാണ് പറഞ്ഞേക്കണേ. BS6 മോഡലാണ്. അപ്പോൾ നമുക്ക് ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ സാധാരണ വണ്ടി ഓപ്പൺ വാഷ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് പൈസയുടെ വേരിയേഷൻ വരും.
കാരണം അതിൻ്റെ ബാക്കിയത്തെ കുറേ ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ECU വരുന്നുണ്ട്, പമ്പ് വരുന്നുണ്ട്, അതേപോലെ സെൻസറിങ്ങിൻ്റെ സ്ലോട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു റിസ്ക് ഉണ്ട്. അതനുസരിച്ചിട്ട് നമുക്ക് വരുന്ന ആ എമൗണ്ടിലും വേരിയേഷൻസ് വരും കേട്ടോ. സാധാരണ കഴുകുമ്പോൾ 300-350 രൂപയാണ് നമുക്ക് നോർമൽ ഓപ്പൺ വാഷിങ് വരാമെന്ന് പറഞ്ഞാൽ ഇതനുസരിച്ച് ചെറിയൊരു വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. ഇതിൻ്റെ ഈ സൈലൻസറിൻ്റെ ഈ ബോൾട്ട് ചെറിയൊരു ലൂസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് കംഫർട്ട് അല്ലാന്ന് തോന്നുകയാണെങ്കിൽ ആ ബോൾട്ട് മാറ്റിയിടാം കേട്ടോ. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ സൈലൻസർ ബോൾട്ട് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നോർമൽ കോമൺ ആയിട്ട് വണ്ടിക്ക് കാണുന്നൊരു കംപ്ലയിൻ്റ് ആണ്. ഞാൻ നോക്കാം, കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ അതുണ്ട് ഇടാം. അതല്ലെങ്കിൽ നമുക്ക് ആ ബോൾട്ടൊന്ന് മാറ്റിയിട്ടേക്കാം കേട്ടോ.